ഞാൻ ഡോക്ടർ കൽപ്പന, കിംസ് ഹോസ്പിറ്റൽ തിരുവനന്തപുരത്തെ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റാണ്. കുട്ടികളിലെ ന്യൂറോളജി അസുഖങ്ങളെ പറ്റിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന ന്യൂറോളജി രോഗങ്ങൾ പ്രായമായവർ അല്ലെങ്കിൽ മുതിർന്നവരിലുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. പ്രായമായവരും നമ്മൾ സാധാരണ കാണുന്ന സ്ട്രോക്ക് അല്ലെങ്കിൽ ഓർമ്മക്കുറവ് അങ്ങനെയുള്ള അസുഖങ്ങൾ പൊതുവെ കുട്ടികളിൽ കുറവാണ്. എന്നാൽ ജനിച്ച സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഓക്സിജൻ കിട്ടാതെ വരിക, ബ്രെയിനിൻ്റെ ഘടനയിലുണ്ടാകുന്ന അബ്നോർമാലിറ്റികൾ ഇവയൊക്കെ കുഞ്ഞുങ്ങളുടെ രോഗത്തിന് കാരണമാകും. കുട്ടികളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു രോഗമാണ് ജന്നി അഥവാ അപസ്മാരം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബ്രെയിനിൽ സാധാരണഗതിയിൽ ജനിച്ച ഉടനെ വരുമ്പോൾ ചില ക്ഷതങ്ങളൊക്കെ ഉണ്ടാകും. പൊതുവേ ഓക്സിജൻ കിട്ടാതെ വരുമ്പോഴും അല്ലെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുമ്പോഴോ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഘടനയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടോ ഒക്കെ കുഞ്ഞുങ്ങളിൽ അപസ്മാരം ഉണ്ടാകാം. പ്രായമായ ആളുകളിൽ പൊതുവെ നോർമലായിരിക്കുന്ന മസ്തിഷ്കത്തിലാണ് ജന്നി ഉണ്ടാകുന്നതെന്നാൽ ഇവ ചികിത്സിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ കുഞ്ഞുങ്ങളിൽ ചെറിയൊരു ശതമാനം പേർക്ക് നന്നായിട്ട് അസുഖം മാറുമെങ്കിലും പലവർക്കും വളരെ ദീർഘകാലം വേണ്ട ചികിത്സ വേണ്ടി വന്നേക്കാം. അതുപോലെ പനി അഥവാ ഫീവർ കൊണ്ടുവരുന്ന പനി കൂടുമ്പോൾ ഉണ്ടാകുന്ന ജന്നി അഥവാ ഫെബ്രൈൽ ഫിറ്റ് എന്ന് പറയുന്ന അസുഖം സാധാരണയായി കുട്ടികളിൽ കാണുന്നതാണ്. ഇത് പ്രത്യേകിച്ച് അപസ്മാരം ഒന്നുമല്ല. ഏകദേശം 6 മാസത്തിനും 5 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളിലാണ് ഈ രോഗം കാണുന്നത്. പൊതുവെ പനിയുടെ ചികിത്സയും പനി വരുന്ന ദിവസങ്ങളിൽ 1-2 ദിവസം മരുന്നും കൊടുത്തു കഴിഞ്ഞാൽ ഈ അസുഖം വളരെയധികം കുറയ്ക്കാൻ കഴിയുകയും ചെയ്യും. 6 വയസ്സിന് മേലെ ഈ അസുഖം വരാറില്ല. അപ്പോൾ പനി കൊണ്ടുണ്ടാകുന്ന ജന്നിയെ നമ്മൾ വളരെയധികം ഭയക്കേണ്ടതില്ല. പിന്നെ കുഞ്ഞുങ്ങളിലെ ഡെവലപ്മെൻ്റൽ ഡിലേ അഥവാ വളർച്ചയിലുണ്ടാകുന്ന താമസം. നമുക്ക് കുഞ്ഞിൻ്റെ ബ്രെയിൻ കുഞ്ഞ് ജനിക്കുന്ന ഉടനെ ആ കുട്ടിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ള കഴിവില്ല. തല ഉറയ്ക്കുകയോ അല്ലെങ്കിൽ കൈകാലുകൾ അനക്കുന്നതൊഴിച്ച് മറ്റൊന്നും അതിന് ചെയ്യാൻ പറ്റില്ല. ഓരോരോ വളർച്ചയുടെ പ്രായം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് ഈ വളർച്ചകൾ വരാതിരുന്നാൽ കുട്ടിക്ക് എന്തോ ഡെവലപ്മെൻറ്റിൽ പ്രശ്നമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതനുസരിച്ച് പലതരത്തിലുള്ള പരിശോധനകളും ചിലപ്പോൾ MRI പോലെയുള്ള ബ്രെയിനിൻ്റെ ചിത്രങ്ങളെടുത്ത് പരിശോധിക്കേണ്ടി വരും. അതുപോലെ തന്നെ പല മെറ്റബോളിക് ടെസ്റ്റുകളും ചെയ്യേണ്ടി വരും. ഈ വളർച്ചയുടെ താമസം കണ്ടുപിടിച്ച് അതിനുള്ള മരുന്നുകൾ, ചില അസുഖങ്ങൾക്ക് മരുന്നുകളുണ്ട്, മറ്റ് ചില അസുഖങ്ങൾക്ക് മരുന്നുകളില്ല. എന്നാലും ആ കുട്ടികളെ മാക്സിമം ഡെവലപ്മെൻറ്റ് എത്തിക്കുകയും അവർക്ക് ഉണ്ടാകുന്ന കുറവുകൾ പരമാവധി കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ന്യൂറോളജി വിഭാഗത്തിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഏറ്റവും പ്രധാനമായി കുറേക്കൂടെ വലിയ കുട്ടികൾ അസുഖമായിട്ട് വരുന്നത് തലവേദനയാണ്. ഇത് വളരെ സാധാരണയായ ഒരു അസുഖമാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ വിഷ്വൽ മീഡിയ അല്ലെങ്കിൽ TV, മൊബൈൽ, ടാബ് ഇവയൊക്കെ വളരെ കൂടുതലായി ഉപയോഗിക്കുന്ന കാരണം ഈ തലവേദന 5 വയസ്സ് മുതലുള്ള കുട്ടികളിൽ തന്നെ വളരെ അധികമായി കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഇങ്ങനെയുള്ള ആഹാരങ്ങളും മൈഗ്രെയിൻ പോലെയുള്ള തലവേദനകൾ വളരെയധികം കൂട്ടും. മിക്കവാറും തലവേദന ബ്രെയിനിന് സ്ഥായിയായ തകരാറുകൾ ഉള്ളവരിലല്ല കാണുന്നത്. എന്നാലും വളരെ ചെറിയൊരു ശതമാനം വളരെ സീരിയസ് ആയ അസുഖങ്ങൾ ഉണ്ടാക്കാം. പ്രത്യേകിച്ചും തലയ്ക്കും ഉള്ള ബ്രെയിനിനുള്ള ഇൻഫെക്ഷൻ, നമ്മൾ മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ് എന്നൊക്കെ പറയും, ആ ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. അതേപോലെ തന്നെ തലയ്ക്കകത്തുള്ള രക്തം കട്ടപിടിക്കൽ, ഒരു ബ്രെയിൻ ഹെമറേജ് എന്ന് പറയും, അല്ലെങ്കിൽ ബ്രെയിനിലുള്ള ചില വളർച്ചകൾ, ഇവയൊക്കെ വളരെ അതികഠിനമായ തലവേദനയായി പ്രത്യക്ഷപ്പെടാറുണ്ട്. പ്രത്യേകിച്ചും കുട്ടി ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റ് തലവേദന, ഛർദി മുതലായവ വരുന്നത് ഇങ്ങനെയുള്ള വളർച്ചയോ രക്തം കട്ടപിടിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് കാരണമാകും. പക്ഷേ ഇൻഫെക്ഷൻ ആണെങ്കിൽ, അതായത് മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ് ഒക്കെ ആണെങ്കിൽ പനിയോടുകൂടിയുള്ള തലവേദനയാണ് ഉണ്ടാകാറുള്ളത്. ഇത് കൂടാതെ ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സ്, അതായത് ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ പഠന വൈകല്യം മുതലായ അസുഖങ്ങളുടെയും കണ്ടുപിടിക്കുകയും അവയ്ക്ക് ആവശ്യമായ തെറാപ്പികൾ, അത് ചിലപ്പോൾ സൈക്കോതെറാപ്പി ആയിരിക്കാം, അല്ലെങ്കിൽ
സ്പീച്ച്, ഓക്യുപേഷണൽ തെറാപ്പി മുതലായ തെറാപ്പികൾ നിർദ്ദേശിക്കുകയും ആവശ്യമെങ്കിൽ മരുന്നുകൾ നിശ്ചയിക്കുന്നതും പീഡിയാട്രിക് ന്യൂറോളജിയിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അസുഖങ്ങളുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരു രീതിയിലും അവരുടെ നമ്മൾ സാധാരണ കുട്ടികൾ ചെയ്യുന്ന എല്ലാ കാര്യവും ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട്. അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അപസ്മാര രോഗമുള്ള കുട്ടികളാണെങ്കിലും അവർക്ക് സ്കൂളിൽ പോകാനും പഠിക്കാനും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഒക്കെയുള്ള അവസരം നമ്മൾ അവരെ നിന്ന് നിഷേധിക്കരുത്. അവർക്കുള്ള പ്രോബ്ലംസ് വെച്ചുകൊണ്ട് അവർക്ക് ഏറ്റവും നല്ല നിലയിലുള്ള ഒരു വളർച്ച അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം. താങ്ക് യു.